السلام عليكم ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم هذه ناقة الله لكم آية. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇന്നത്തെ പാഠം സമൂദ് ജനത, അതോടൊപ്പം സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ആ ചരിത്രമാണ്. ഒരു പ്രശസ്തമായ ഒരു അറബ് ഗോത്രമായിരുന്നു സമൂദ്. ആ ഗോത്രത്തിന്റെ അവരുടെ പിതാവിന്റെ പേരായിരുന്നു സമൂദ്. അതായത് ഹൂദ് നബി അലൈഹി ഇസ്ലാം, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് ആഗം. അപ്പൊ ഹൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ മകനായിരുന്നു ആര്? സമൂദ്. അപ്പൊ രണ്ട് മക്കളായിരുന്നു, സമൂദും ജദീസും. അപ്പൊ ആ സമൂദ്, ആ മകന്റെ പേരിലാണ് ആ ഒരു ഗോത്രം പിന്നീട് അറിയപ്പെടുന്നത്. അവർ താമസിച്ചിരുന്നത് അൽ ഹിജർ എന്ന പ്രദേശത്തായിരുന്നു. അപ്പം ഇന്നത്തെ ഹിജാസിനും തബൂക്കിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് അൽ ഹിജർ. അപ്പൊ ഇന്നത്തെ മദായിൻ സ്വാലിഹ് എന്നറിയപ്പെടുന്ന സ്ഥലം ആണ് അവരുടെ ഒരു ആ വാസസ്ഥലം, സമൂദ് ഗോത്രത്തിന്. തബൂക്ക് യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു പ്രദേശത്തിലൂടെ കടന്നുപോയത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിക്ഷ ലഭിച്ച ജനങ്ങളുടെ വീടുകളിൽ കരയാതെ നിങ്ങൾ പ്രവേശിക്കരുത്. ആ ഒരു സന്ദർഭത്തിൽ അവരുടെ ആ ഒരു വാസസ്ഥലത്തിൽ കൂടെ കടന്നുപോയ സമയത്ത് പറഞ്ഞതായ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അപ്പം ആ ഒരു സമൂഹ ജനതയുടെ ഒരു ജീവിത രീതി, അവർക്ക് വലിയ സമ്പത്തും ശക്തിയും ഉണ്ടായിരുന്നു. അതായത് മലകൾ കൊത്തി വീടുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു ജനതയായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു സമതലങ്ങളിൽ കൊട്ടാരങ്ങൾ ആ മലകൾ കൊത്തി അവർ നിർമ്മിച്ചിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശുഅറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വതൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ഫാരിഹീൻ. അത് നിങ്ങൾ മലകൾ കൊത്തി നിബിഡതയോടെ വീടുകൾ നിർമ്മിക്കുന്നു. അപ്പൊ ആ ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം. അപ്പൊ ആ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പര നമ്മൾ നോക്കുകയാണ്. അപ്പൊ സമൂദ്, ആ ഒരു ഗോത്രത്തിന്റെ പേരറിയപ്പെടുന്നത് ഹൂദ് നബി അലൈഹി ഇസ്ലാം. ഹൂദ് നബി ഇസ്ലാമിന്റെ മകനായിരുന്നു സമൂദ്. ഹൂദ് നബി ഇസ്ലാം രണ്ട് മക്കളായിരുന്നു, സമൂദും ജദീസും. ആ സമൂദിന്റെ മകനായ ഹാജിർ, ആ ഹാജിറിന്റെ മകനായ ഉബൈദ്, ഉബൈദിന്റെ മകനായ മസ്ദത്തിന്റെ മകനായി മറ്റൊരു ഉബൈദും, അങ്ങനെ ഉബൈദിന്റെ മകനാണ് സ്വാലിഹ്. അപ്പൊ അങ്ങനെ ഒരു 6 തലമുറയ്ക്ക് ശേഷമാണ് അടുത്ത പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമൂഹത്തിലേക്ക് അയക്കുന്നത്. അപ്പൊ സ്വാലിഹ് നബി ഇസ്ലാമിന്റെ ദഅവത്ത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹൂദിൽ തന്നെ വിശദീകരിക്കാൻ അവസരം, യാ ഖൗമി അഅ്ബുദുല്ലാഹ്, എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പൊ ആ ഒരു 6 തലമുറ കാലഘട്ടത്തിനുള്ളിൽ പിന്നീട് വീണ്ടും ആ ഒരു തലമുറയിലേക്ക്, ആ ഒരു ജനതയിലേക്ക് ശിർക്ക് പിന്നീട് കടന്നു വരികയാണ്. ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വീണ്ടും ഒരു ദൂതനെ അയക്കുകയും അവരെ ആ തൗഹീദിലേക്ക്, ആ ഒരു ദഅവത്തിലേക്ക് നയിക്കാനായിട്ട് സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുകയാണ്. അപ്പൊ അവരെ ഒഴികെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല എന്ന സന്ദേശം സ്വാലിഹ് നബി അലൈഹി ഇസ്ലാം ആ ജനതയോട് പറയുകയാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ ആ ജനതയുടെ പ്രതികരണം, ആ ജനങ്ങൾ പറഞ്ഞതും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു, യാ സ്വാലിഹ് ഖദ് കുന്ത ഫീനാ മർജൂ, നീ മുമ്പ് ഞങ്ങൾക്കിടയിൽ ബഹുമാനപ്പെട്ട ഒരാളായിരുന്നു. എന്നാൽ ഇപ്പോൾ നീ പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്ന ആ ദേവന്മാരെ ഉപേക്ഷിക്കാനാണോ എന്ന ജനത സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് തിരിച്ചു ചോദിക്കുകയാണ്. അതുപോലെ അവരൊരു സംശയം അവർ പറഞ്ഞു, ഇന്ന
ലഫീ ഷക്കിൻ മിമ്മാ തദ്ഉനൈനി, നീ വിളിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്, നീ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട് ആ ജനത പറയുകയാണ്. അതിന് മറുപടിയായി സ്വാലി അലൈഹി സ്വലാം പറയുകയാണ്, എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള തെളിവുണ്ട്, ഞാൻ അവരെ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ആരാണ് എന്നെ രക്ഷിക്കുക എന്ന് സ്വാലി അലൈഹി സ്വലാം തിരിച്ചു ചോദിക്കുകയാണ്. അവരൊരു മുഅ്ജിസത്ത് ആവശ്യപ്പെടുകയാണ് ആ ജനത. അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് ഇലാഹ് എന്നതിനൊരു മുഅ്ജിസത്ത് ആ ജനത സ്വാലിഹ് നബി ഇസ്ലാമിനോട് ആവശ്യപ്പെടുകയാണ്. അത് സൂറത്ത് ശുഅറായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, അപ്പൊ നീ സത്യവാനാണെങ്കിൽ ഒരു അടയാളം കൊണ്ടുവരിക എന്ന് സ്വാലിഹ് നബി ഇസ്ലാമിനോട് ആ ജനത ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പാറയിൽ നിന്നുള്ള ഒട്ടകം, അവരൊരു വലിയ പാറ കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ പാറയിൽ നിന്നൊരു ഒട്ടകം പുറത്തു വരണം, അത് വലുതായിരിക്കണം, ഗർഭിണിയായിരിക്കണം എന്നതായിരുന്നു അവരുടെ ഒരു കണ്ടീഷൻ. അങ്ങനെ സ്വാലിഹ് നബി ഇസ്ലാം പ്രാർത്ഥിക്കുകയും ആ മുഅ്ജിസ സംഭവിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനയോടെ ആ പാറ പൊട്ടിയൊരു വലിയ ഒട്ടകം പുറത്തു വന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു പറയുകയാണ്, ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്, അപ്പൊ നിങ്ങൾക്കുള്ള ഒരു അടയാളമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു പറയുകയാണ്. അതുപോലെ തന്നെ സ്വാലിഹ് നബി ഇസ്ലാം പറഞ്ഞു, ആ ജനതയോട് പറഞ്ഞു, ഈ ഒരു ഒട്ടകത്തെ നിങ്ങൾ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. അതുപോലെ തന്നെ അവിടെ ഒരു വെള്ളത്തിനായ ഒരു കിണറുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു ദിവസം ഒട്ടകത്തിനും ഒരു ദിവസം ജനങ്ങൾ എന്ന രൂപത്തിൽ മാറി മാറി നിങ്ങൾ ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശവും സ്വാലിഹ് നബി ഇസ്ലാം ആ ജനങ്ങൾക്കിടയിലേക്ക് കൽപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖമറിൽ അല്ലാഹു സുബ്ഹാനഹു പറയുകയാണ്, വബയ്യിനഹും അന്നൽ മാ ഖിസ്മത്തു ബൈനഹും, അപ്പൊ വെള്ളം അവർക്കും ഒട്ടകത്തിനും തമ്മിൽ പങ്കിട്ടതാണ്. ആ സമയത്താണ് ശൈത്താന്റെ പ്രേരണ ജനതയിലേക്ക് പിന്നീട് വരുന്നത്. അതായത് ചില നേതാക്കൾ പറയുകയാണ്, ഈ ഒട്ടകത്തെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം മുഴുവനായി നമുക്ക് എടുക്കാൻ സാധിക്കും എന്ന ശൈത്താന്റെ വസ്വാസം അവിടെ വരികയാണ്. അങ്ങനെ അവർ ആ ഗൂഢാചരണം നടത്തി തുടങ്ങി. അപ്പൊ അങ്ങനെ ആ ഒട്ടകത്തെ കൊല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, അഷ്ഖാഹ, സൂറത്ത് ഷംസിൽ, അവരുടെ സമൂഹത്തിൽ ഏറ്റവും ദുഷ്ടനായ ഒരാൾ ഒട്ടകത്തെ കൊന്നു. അവർ ഒട്ടകത്തെ കൊന്നു. അപ്പോൾ സ്വാലിഹ് നബി ഇസ്ലാം പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ 3 ദിവസം കൂടി ആസ്വദിച്ച് ജീവിക്കുക. ഇതൊരിക്കലും കള്ളമാകാത്ത ഒരു വാഗ്ദാനമാണ്, അഥവാ ഒരു മുന്നറിയിപ്പാണ്. അതായത് അവർ ആ ഒട്ടകത്തെ കൊല്ലാൻ പോയപ്പോൾ ആദ്യം അതിനെ ആക്രമിച്ച ആളെന്ന് പറഞ്ഞാൽ ഖുദാർ ഇബ്നു സാലിഫ് എന്ന ആളായിരുന്നു. അപ്പൊ അള്ളാഹു ആദ്യമായിട്ട് ആ ഒട്ടകത്തെ കൊന്നതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്തു, ഒട്ടകത്തിന്റെ കാലിലെ ഞരമ്പ് വെട്ടി. അങ്ങനെ ആ ഒട്ടകം നിലത്തേക്ക് വീഴുകയും പിന്നീട് മറ്റാളുകളും എല്ലാരും കൂടെ കൂടി വാളുകളുമായി എത്തി അതിനെ കഷ്ണങ്ങളാക്കി എന്നാണ് അൽ ബിദായ വന്നിഹായ ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര റിപ്പോർട്ട്. അപ്പൊ ആ ഒട്ടകത്തിന്റെ കുഞ്ഞ് 10 മാസം ഗർഭിണിയായിരുന്ന ഒട്ടകമായിരുന്നു. അപ്പൊ ആ ഒട്ടകത്തിന്റെ കുഞ്ഞ് ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അത് ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിൽ കയറി 3 പ്രാവശ്യം നിലവിളിച്ചു എന്നാണ്. അതിനാലാണ് സ്വാമി നബി ഇസ്ലാം അവരോട് പറഞ്ഞത്, നിങ്ങളുടെ വീടുകളിൽ 3 ദിവസം കൂടി നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുമെന്ന്. അപ്പൊ അത് അന്നത്തെ ദിവസത്തെ ഒഴിവാക്കിയുള്ള 3 ദിവസങ്ങളാണ് അവർക്കുള്ളത്. അപ്പം എന്നാൽ ആ ഒരു സമയം കൊണ്ട് അവർ സ്വാമി നബി ഇസ്ലാം പറഞ്ഞ ഈ ഉറപ്പായ മുന്നറിയിപ്പ് വിശ്വസിച്ചില്ല. മാത്രമല്ല ആ ഒരു 3-ാമത്തെ ദിവസത്തെ വൈകുന്നേരം തന്നെ സ്വാമി നബി ഇസ്ലാമെ കൊല്ലാൻ അവർ പദ്ധതി ഇടുകയാണ്. ഒട്ടകത്തെ കൊന്നതുപോലെ തന്നെയാണ് അവരെയും കൊല്ലാൻ അവർ തീരുമാനിക്കുകയാണ്. ആരെ? സ്വാലി നബി ഇസ്ലാമെ കൊല്ലാൻ അവർ തീരുമാനിക്കുക. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ പേരിൽ തമ്മിൽ സത്യം ചെയ്യുക, നാം രാത്രി രഹസ്യമായി അവനെയും അവന്റെ കുടുംബത്തെയും ആക്രമിക്കും എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നംലിൽ അല്ലാഹു നമ്മൾ പറയുന്നു. അപ്പൊ അവന്റെ വീട്ടിൽ കയറി അവനെയും കുടുംബത്തെയും കൊല്ലാം. പിന്നീട് അവന്റെ ബന്ധുക്കൾ ചോദിച്ചാൽ എന്ത് പറയാം? അവന്റെ കുടുംബത്തിന്റെ നാശം ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ സത്യം പറയുകയാണ് എന്ന് നമുക്ക് പറയാം എന്ന് അവർ ഗൂഢാലോചന നടത്തുകയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, അതായത് അവരൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു, പക്ഷെ നാമും ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു, അവർ അറിയാതിരിക്കും. അവരുടെ പദ്ധതിയുടെ അവസാനം എങ്ങനെയായിരുന്നു നോക്കും. നാം അവരെയും അവരുടെ ജനതയെയും മുഴുവനായി നശിപ്പിച്ചു. അവർ അന്യായം ചെയ്തതിനാൽ അവരുടെ വീടുകൾ ഇപ്പോൾ ശൂന്യമായ അവശിഷ്ടങ്ങളാണ്. അപ്പൊ അറിവുള്ളവർക്ക് ഇതിൽ വലിയൊരു
പാഠമുണ്ട്, അടയാളമുണ്ട്. വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തവരെ നാം രക്ഷിച്ചു എന്ന് സൂറത്ത് നംലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കാരണം സ്വാൽ നബിയെ കൊല്ലാൻ ശ്രമിച്ച ആ ആളുകളിലേക്ക് അള്ളാഹു ഒരു വലിയ പാറയെ അയക്കുകയാണ്. അപ്പൊ അത് അവരെ തകർത്ത് കൊല്ലുകയായിരുന്നു. അപ്പൊ അതിലൂടെ അവർ മറ്റുള്ള ജനതയേക്കാൾ മുമ്പേ നശിച്ചു. മറ്റുള്ള ആ സമൂഹത്തിലുള്ള ജനതയെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചത് ഭീകരമായ ഒരു ശബ്ദത്തിലൂടെയാണ്. അപ്പൊ ആ ഒരു പാറയിലൂടെ സ്വാലി നബി ഇസ്ലാമെ കൊലപ്പെടുത്താൻ വന്ന സംഘത്തെയും പിന്നീടുള്ള ആ ജനതയെ ഒന്നടങ്കം ഭീകരമായ ഒരു ശബ്ദത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമൂഹത്തെ, സമൂഹ ഗോത്രം എന്ന സമൂഹത്തെ നശിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹൂദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഭീകരമായ ഒരു ശബ്ദം അവരെ പിടിച്ചു. അങ്ങനെ അവരുടെ ആ ഒരു സമൂഹത്തിന്റെ അന്ത്യം നടക്കുകയാണ്. അത് അവർ വീടുകളിൽ തന്നെ മരിച്ചു കിടന്നു ആ ഒരു ശബ്ദം കേട്ടെന്നു. അപ്പൊ ആ ഒരു സമൂഹത്തോട് സ്വാലി നബി വസല്ലം അവസാനമായി പറഞ്ഞ വാക്കുകൾ സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ ഖൗമി ലഖദ് അബ്ലഗ്തുക്കും റിസാലത റബ്ബി. എന്റെ ജനങ്ങളെ, ഞാൻ എന്റെ രക്ഷിതാവിന്റെ സന്ദേശം നിങ്ങളിലേക്ക് അയച്ചു, ഞാൻ നിങ്ങളെ ഉപദേശിച്ചു, ഇനി എനിക്ക് റോളും ഇല്ല എന്നൊരു രൂപത്തിൽ സ്വാലി നബി വസല്ലം ആ ജനതയെ അവസാനമായി ഉപദേശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ അവർ തൗഹീദ് ഉപേക്ഷിച്ചത് മൂലം അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയാണ്. അപ്പൊ ഇതാണ് ആ സമൂഹ് ജനതയുടെ, ആ സ്വാലി നബി ഇസ്ലാമിയുടെ ആ ഒരു സമൂഹത്തെ പറ്റിയുള്ള ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കി മാത്രമാണ് നമ്മളിത് അവതരിപ്പിച്ചത്. അതുകൂടാതെ പല ദഈഫായ റിപ്പോർട്ടുകളും എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും എടുക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ആ ചരിത്രം, അടുത്ത പ്രവാചകനായി വരുന്ന ഇബ്രാഹിം നബി ഇസ്ലാമിയുടെ ചരിത്രം നമ്മൾ വിശദീകരിക്കുന്നതാണ്. നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിൽ, തൊഴിലുകളിൽ, പഠനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അവരുടെ കബറിടങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.